ക്യാൻസറിന് വിട്ടുകൊടുക്കാനുള്ളതല്ല തന്റെ ജീവിതമെന്ന ദൃഢനിശ്ചയവുമായി പോരാടി ജയിച്ച വരാപ്പുഴ സ്വദേശിനി നയനയുടെ കഥ സിനിമയെ വെല്ലും. 2 മേജർ ശസ്ത്രക്രിയ ഉൾപ്പെടെ 10 സർജറികൾക്കും ഇടുപ്പിലുകൾ മാറ്റിവെക്കലിനും വിധേയയായ 29കാരി നേടിയെടുത്തത് സ്വപ്നതുല്യമായ ജീവിതം. അധ്യാപന മേഖല വിട്ട് വർണ്ണങ്ങളുടെ ലോകത്തേക്ക് ചുവടുമാറ്റിയ നയന ഇന്ന് കൊച്ചിയിലെ അറിയപ്പെടുന്ന ഓൺലൈൻ ബുട്ടിക്കിന് ഉടമ. നയനയുടെ അതിജീവന പോരാട്ടം കണ്ട് പ്രണയിച്ചാണ് ഭർത്താവ് അമിത് ജോൺ അവളെ വിവാഹം കഴിച്ചത്. മകൾ ഓഷ്യനുമൊത്ത് സന്തുഷ്ട ജീവിതം. 2018 പല്ലുവേദനയ്ക്ക് ചികിത്സ തേടിയപ്പോഴാണ് വലത് മോണയിലെ ക്യാൻസർ കണ്ടെത്തിയത്. അന്ന് വിഷ്വൽ മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനി. പിന്നെ വേദനയുടെ കാലമായിരുന്നു. ക്യാൻസർ ബാധയേറ്റ ഭാഗം നീക്കം ചെയ്തെങ്കിലും ദുരിതമകന്നില്ല. കാലിൽ നിന്നെടുത്ത് തുന്നിപ്പിടിപ്പിച്ച ദശ ദൃഢമായതോടെ വായി തുറക്കാൻ കഴിയാതെയായി. 8 മാസത്തോളം മൂക്കിലെ ട്യൂബിലൂടെ ആഹാരം. ശരീരഭാരം 32 കിലോയായി. വലത് താടിയെല്ല് പൂർണ്ണമായി നീക്കേണ്ടി വന്നു. അമൃത ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജറി ആൻഡ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യൻ അയ്യരുടെ നേതൃത്വത്തിൽ വീണ്ടും ശസ്ത്രക്രിയ. ദീർഘനാളത്തെ വിശ്രമത്തിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത്. പല്ല് ക്ലിപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് മുന്നേ ആയിട്ട് അണപ്പല്ലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ പ്രൊഫസേഴ്സിൻ്റെ അടുത്താണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് ചെറിയൊരു മൗത്ത് അൾസർ പോലെ ഫീൽ ചെയ്തു. മൗത്ത് അൾസർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണല്ലോ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു MRI എടുത്ത് നോക്കാം നമുക്ക് അതെന്താണ്. അത് ചെറിയൊരു ലീഷൻ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അത് മൗത്ത് അൾസർ ആണോ അതോ അതെന്തെങ്കിലും ട്യൂമർ പോലെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒന്ന് MRI ചെയ്ത് നോക്കി. നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് അതെല്ലാം നടക്കുന്നത്. എൻ്റെ വീട്ടിലോട്ടൊക്കെ വെള്ളം കാരണം ജസ്റ്റ് മുമ്പ് ഞാൻ MRI സ്കാനിങ് മെഷീനിൽ കിടക്കണം. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, എന്താണ് സംഭവിക്കുന്നതെന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് MRI സ്കാനിങ്ങിന് കയറിയിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്നു, ചെറിയൊരു ലീഷൻ പോലെയാണ് നമുക്ക് മനസ്സിലായി. എൻ്റെ ഡെൻ്റൽ കോളേജിൽ നിന്ന് തന്നെ അത് ചെറിയ ഒരു നാരോ നീഡിൽ ഇൻസെക്ഷൻ പോലെ ബയോപ്സിക്ക് എടുത്തു. ടെസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ട്യൂമർ മാത്രമാണ്. അപ്പോൾ ട്യൂമർ റിമൂവ് ചെയ്യാനുള്ള സർജറി വെച്ചു സെപ്റ്റംബറിലേക്ക്. അങ്ങനെ നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്തു. അത് ബയോപ്സിക്ക് അയച്ച് തിരിച്ചു വന്നപ്പോൾ അതിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അമൃതയിൽ സുബ്രഹ്മണ്യ അയ്യർ സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്, ഡെൻ്റൽ കോളേജിൽ നിന്ന് മാറിയിട്ട്. അത് 2018 ഒക്ടോബറിൽ സാറിന് ഒന്ന് മീറ്റ് ചെയ്തു. നവംബർ 1 സർജറി ഫിക്സ് ചെയ്തേക്കുന്നത്. അങ്ങനെ നവംബർ 1 സർജറി ചെയ്യാൻ വേണ്ടി വരാം, ട്യൂമർ റിമൂവ് ചെയ്യാൻ ആ ഒരു ചെറിയ ഏരിയ. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സർജറിയിലേക്ക് വന്ന സമയത്ത് അത് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വേർസ്റ്റ് ഏരിയയിലേക്ക് ഉണ്ടായിരുന്നു, സാറ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് റിമൂവ് ചെയ്തു. അതിനുശേഷം 30 റേഡിയേഷൻസ് ചെയ്തു. റേഡിയേഷൻസ് കഴിഞ്ഞ് ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്തത്. തുടയിൽ നിന്ന് മസിൽസ് എടുത്ത് വെച്ചിട്ട് അതിൽ ബ്ലഡ് വെസൽസ് പിടിപ്പിക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് റേഡിയേഷനും കൂടെ കഴിഞ്ഞപ്പോൾ ഇവിടെ മസിൽ സ്പാസം പോലെയായി. കാരണം ഫൈബ്രോസിസ് ആയി, കട്ടി പിടിച്ചു പോയി. അങ്ങനെ വായ ലോക്കായി പോയി. അങ്ങനെ ലോക്കായി ഒരു 5 to 6 അതും അതിൽ കൂടുതൽ ഞാൻ ഇതിപ്പോൾ ഓർമ്മയില്ല. ആക്ച്വലി മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ വായിലൂടെ ആണെങ്കിലും എൻ്റെ കസിൻസ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ന്യൂട്രിയൻസ് ഉള്ള ലിക്വിഡ് ഉണ്ട്, അതെല്ലാം കഴിച്ചാണ് ഞാൻ സർവൈവ് ചെയ്തത്. കാരണം വായ തുറക്കാനുള്ള ചെറിയ ഫിസിയോതെറാപ്പി പോലെയൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് തുറക്കാൻ വേണ്ടി നോക്കുമെങ്കിലും ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ വായ തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കുക്ക് ചെയ്തൊക്കെ കഴിക്കുമായിരുന്നു, എരിവില്ലാത്ത രീതിയിലൊക്കെ. അപ്പോഴേക്കും നമ്മുടെ ചവക്കിനനുസരിച്ച് പിന്നെ അടങ്ങും, കംപ്ലീറ്റ് ലോക്കാവും. നമ്മൾ ഈ മരിച്ച ആൾക്കാരുടെയൊക്കെ വായ നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ ലോക്കായി പോവുകയാണ്. ഒരു രീതിയിലും തുറയില്ല വായ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഒരു കുറച്ച് മാസം കടന്നുപോയി. അതിനിടെ തൃപ്പൂണിത്തുറ സ്വദേശി അമിത് ജോണിന്റെ പ്രണയാഭ്യർത്ഥന എത്തി. പിന്നാലെ വിവാഹം. തൊട്ടടുത്ത ദിവസം രോഗം വീണ്ടും വില്ലനായെത്തി. ഇടുപ്പല്ല് പൊടിയുന്ന അസുഖം. തുടർന്ന് ഇടുപ്പല്ലുകൾ മാറ്റിവെച്ചു. കോവിഡ് കാലമായതിനാൽ ഒരു ഇടുപ്പല്ല് മാറ്റിവെച്ച് മാസങ്ങൾക്ക് ശേഷമായിരുന്നു 2ാമത്തെ സർജറി. ക്യാൻസറിനെ പോലെ എല്ലുപൊടിയൽ രോഗത്തെയും നയന തോൽപ്പിച്ചു. 2023 ഗർഭിണിയായിരിക്കെ ക്യാൻസറിന് ശസ്ത്രക്രിയ നടത്തിയ വലതു കവിളിൽ വേദന കലശലായതോടെ വീണ്ടും ആധിയായി. കുഴപ്പമില്ലെന്നായിരുന്നു ബയോസ്പി ഫലങ്ങൾ. ഒരു യാത്രക്കിടെയാണ് നയനയും അമിതും സൗഹൃദത്തിലാകുന്നത്. വൈകാതെ സൗഹൃദ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി. ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞ് അമിത് നയനയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു. 2019 വിവാഹം. മകൾ ഓഷ്യനുമൊത്ത് കാക്കനാടാണ് ഇപ്പോൾ താമസം. അമേരിക്കൻ കമ്പനിയിലെ ലോജിസ്റ്റിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് അമിത്. എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഫാമിലി വൈസായിട്ട് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ട്രാവലിൽ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ജസ്റ്റ് ഒരു 5 minutes സംസാരിച്ചപ്പോഴേക്കും തന്നെ മനസ്സിലായി, ഓക്കെ
ഇത് നല്ലൊരു പേഴ്സൺ ആണെന്നുള്ള കാര്യം. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ ആക്ച്വലി നയനയുടെ സ്റ്റോറി, നയനയുടെ ഇങ്ങനെ ഈ രോഗാവസ്ഥ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലിയിൽ അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ക്ലിക്കായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നയന ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേക്കും ആരോ പ്രാർത്ഥിക്കാൻ എന്തോ സാധനം കൊണ്ട് വന്നപ്പോഴേക്കും നയന പറഞ്ഞ് ഇവിടുന്ന് പൊക്കോണം, ഇവിടെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർമാരുണ്ട്, അവരിത് ശരിയായിക്കോളും. അപ്പോൾ ഞാനത് കേട്ടപ്പോഴേക്കും ഞാൻ ഭയങ്കര ഇങ്ങനെയൊക്കെ പറയാനുള്ളത് ഭയങ്കര അപാര ധൈര്യം തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മനസ്സിൽ എപ്പോഴോ കിടപ്പുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ നയനെ കോൺടാക്റ്റും ചെയ്യുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു ട്രാവലിലാണ് ഞങ്ങൾ ഒരു 5 മിനിറ്റ്സിൽ ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ഞങ്ങൾ ക്ലിക്കായി. പിന്നെ ഞങ്ങൾ ഈ കൊറോണ വന്നിരിക്കുന്ന സമയം, കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഇവള് റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ കുറച്ചധികം ക്ലിക്കായി. പിന്നെ വളരെ വളരെ ചെറിയ കാലയളവിൽ തന്നെ നമ്മൾ ഇത് മുമ്പോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനിച്ചുറപ്പിച്ച്. പക്ഷേ അതിങ്ങനെ പോയി അതൊക്കെ ഇഷ്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാണ് കൊറോണ വരുന്നത്. പിന്നെ അങ്ങോട്ട് ഫുൾ ലോക്കായി. പിന്നെ മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി കാണാൻ പോകേണ്ട അവസ്ഥകളിലോട്ടൊക്കെ ആയിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം. പിന്നെ അത് കൊറോണ അടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറഞ്ഞ് നമുക്ക് ഇത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വീട്ടിലോട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഫാമിലി വെച്ച് അറിയാവുന്നതുകൊണ്ട് ചെറിയ എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇവളുടെ ഒരു ബോൾഡ്നെസ്സിൻ്റെ പുറത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ തപ്പിത്തടഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇപ്പം തന്നെ വേണം, എങ്ങനെ ഒരു നിൽപ്പിലൊക്കെ ആയിരുന്നു. ഇവള് പറഞ്ഞ് ഓക്കെ വേണം. പിന്നെ ഓക്കെ, ഏതെങ്കിലും ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ. ഓക്കെ, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. പക്ഷേ മുമ്പോട്ട് പോയി തുടങ്ങി എൻ്റെ പിറ്റേന്നാണ് ഈ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിൻ്റെ സംഭവമൊക്കെ ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ അകത്ത് തളർന്നു പോയില്ല എന്നുള്ളത് വേണം പറയാനായിട്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.